ഹലോ, അതേ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വന്നതാണ് കേട്ടോ. ഇന്നലെ എനിക്ക് FBയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് ഒളിഞ്ഞും മറിഞ്ഞും ഇരുന്ന് മിനിയുടെ വീഡിയോ ഒന്നും കാണണില്ല, മറ്റുള്ള പോസ്റ്റുകൾ കണ്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വന്ന് പെടണതാണ്. അപ്പം അത് കാണുമ്പോൾ ഓർക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്ന എന്നുള്ളൊരു കമൻറ്റ്. അപ്പം ഞാനതിനൊരു മറുപടി കൊടുത്ത്. അപ്പോൾ ആ വ്യക്തി വിചാരിച്ചാണ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഡിലീറ്റാക്കി. എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്, കാരണം നമുക്ക് അത്ര പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എൻ്റെ വീഡിയോ കാണണ ആ ഒരിത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാലും അതിങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് എന്നെ ബ്ലോക്കാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കയറി വരില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എൻ്റെ അക്കൗണ്ട് കയറി നോക്കി ഒളിഞ്ഞ് മറിഞ്ഞിരുന്ന എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്ത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു സങ്കടമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 8 വർഷമായിട്ട് കേക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ FB അക്കൗണ്ട് തുടങ്ങിയത് തന്നെ എൻ്റെ ഈ കേക്കിൻ്റെ പിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടാണ്. കാരണം എപ്പോഴെങ്ങാനും ഫോണിൽ ഹാങ്ങായി ആ പിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതവിടെ കിടക്കും. നമുക്ക് പിന്നീട് ഒരിക്കലൊന്ന് നമ്മൾ ചെയ്ത വർക്കൊന്ന് കാണാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ FB അക്കൗണ്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു 3-4-5 വർഷം ഞാൻ അടുപ്പിച്ച് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കേക്കിൻ്റെ പോസ്റ്റ് ഞാൻ ഇടുമായിരുന്നു. നമുക്ക് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാറില്ല. എന്നാൽ അതൊരു നല്ല കാര്യമല്ലേ കേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നമുക്ക് അതിനൊന്നും സപ്പോർട്ട് കിട്ടില്ല. പക്ഷെ ഡൗൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ കയറി പിടിച്ച് അതിൽ തെറ്റും കണ്ടിട്ട് നമ്മളെ വിലയിരുത്തുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പം കേക്ക് ചെയ്യണ എൻ്റെ ഒരു കാര്യം മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരുപാട് വ്യക്തികൾ കേക്ക് ചെയ്യണം. അവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഞങ്ങളൊക്കെ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണെന്നാ ഈ കേക്ക് നമ്മൾ ചെയ്ത് ഡെലിവറി ചെയ്യണം. കാര്യം നമുക്ക് ക്യാഷ് കിട്ടും, എന്നാൽ ആ ക്യാഷ് കിട്ടണതനുസരിച്ച് ആ കസ്റ്റമറിന് തൃപ്തിയാകണ രീതിയിൽ ഡിസൈൻ വർക്കും ടേസ്റ്റിലായാലും എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ അത്രയും കൂട്ടി ചെയ്യണ ആ ഒരു വർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു സപ്പോർട്ട് തരാൻ ഇവർക്ക് പറ്റണില്ല. ഈ പറഞ്ഞ ആൾ, ഇന്നലെ ആ കമൻ്റ് ഇട്ട ആളൊക്കെ കാണുന്നുണ്ട്. നമുക്കൊരു സപ്പോർട്ടും ഇത്രയും വർഷമായിട്ട് തരാറില്ല. പിന്നെ ഒരു 3-4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോസ്റ്റ് നിർത്തി. കാരണം ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാറില്ല. എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ, എന്നെ പരിചയമുള്ളവരൊക്കെ കാണുന്നുണ്ട്. നമുക്കൊരു സപ്പോർട്ടും കിട്ടാനില്ല. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ പിന്നെ ഇവർ ഇങ്ങനെയുള്ള റീലിടുമ്പോൾ അതിന് കമൻറ്റും പറഞ്ഞ് വരുമ്പോൾ ആർക്കായാലും ഒരു ദേഷ്യം വരില്ലേ? എനിക്ക് ദേഷ്യം വരും. കാരണം ഈ നമ്മളിപ്പോൾ ഈ റീല് ചെയ്യണമെന്ന് വെച്ച് അവർക്കൊരു ബുദ്ധിമുട്ടും നമ്മൾ ഉണ്ടാക്കണില്ല. അതായത് ഞാൻ ഉണ്ടാക്കണില്ല. അവർക്കൊരു പ്രശ്നവും ഞാനിപ്പോൾ ഈ ഒരു റീല് ചെയ്താൽ അവർക്ക് വരാൻ പോണില്ല. പിന്നെ അവരെന്തിനാണ് അതും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഒക്കെ ചെയ്യണത്? എന്നോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കേക്ക് ചെയ്യണ പോസ്റ്റിൽ അവർ കമൻ്റ് ഇടണമായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായം പറയണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരണം. അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ളൊരു റീലൊക്കെ ഇടുമ്പോൾ ഇതിന് വന്ന് കയറിയിട്ട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് പറയേണ്ട കാര്യമില്ല. എനിക്ക് ശരിക്കും ഒരു വിഷമമായ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടും. കാരണം ഞാൻ തെറ്റ് ചെയ്യണില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരു വൾഗറായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇടണില്ല. നിങ്ങൾ ഇൻസ്റ്റാ പേജ് എൻ്റെ അടുത്ത് നോക്ക്. ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 4 വർഷമായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാഡ് കമൻറ്റ് അതിലുണ്ടാവില്ല. കാരണം ഞാൻ അത്രയും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനൊരു തെറ്റായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന്. അപ്പം നമ്മൾ തെറ്റ് ചെയ്യാത്തടത്ത് നമ്മൾ ഇവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്തായാലും റീല് ചെയ്യും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത, എന്നെ അറിയണവരാണ് കൂടുതൽ എന്നെ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അവരോടായിട്ടാണ് ഞാൻ പറയണത്, എന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. കാരണം എപ്പോഴും ഇങ്ങനെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയാലും എൻ്റെ വീഡിയോസ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണേക്കും നല്ലത്.
എനിക്കെല്ലാവരും വീട്ടിൽ വന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വന്ന് പറയണത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.